ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ പാനിപൂരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സാധാരണയായിട്ട് നമ്മൾ കടകളിലൊക്കെയാണല്ലോ പോയി കഴിക്കാറുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പാനിപൂരി ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ലോണം നല്ല പ്രഷർ കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. പൂരിക്കൊക്കെ നമ്മൾ മാവ് മിക്സ് ചെയ്യില്ല, അതുപോലെ നല്ല തിക്കായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം മിക്സ് ചെയ്യുമ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു നനഞ്ഞ ടവൽ കൊണ്ട് ഒന്ന് മൂടി വെക്കണം. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് പൂരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മാവിൽ നിന്ന് 2ആയിട്ട് മാറ്റി വയ്ക്കാം. പാതി പിന്നെയും വെച്ചിട്ട് തുണി കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് മൈദപ്പൊടി കുറച്ച് തൂവി കൊടുക്കുക. ഇതിനൊന്ന് പരത്തിയെടുക്കണം. നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തുമ്പോഴും കുറച്ച് ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. കുറച്ച് പ്രഷർ കൊടുത്ത് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിനെ റൗണ്ടായിട്ട് ചെറിയ റൗണ്ടുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതാണ് കുഞ്ഞു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബോരികൾ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ഗോൾഡൻ കളർ ആവണം കേട്ടോ. അതുവരേക്കും ഇതൊന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ പുറത്തെടുത്ത് വെച്ചാൽ അത് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇതുപോലെ കളർ ചേഞ്ച് ആയി വരണം. ഈ പൂരികളൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂരികളും ചുട്ടെടുക്കണം. ഇതുപോലെ കളർ ചേഞ്ച് ആവുന്ന പോലെ വരയ്ക്കും എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത സെറ്റ് പൂരിയും റെഡി ആയി കഴിഞ്ഞു. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ പൂരിയും ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപൂരിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്വീറ്റ് ചട്നി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണത്. നല്ല തിക്കായിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് ആറാനായിട്ട് വെക്കുക. ആറിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ആറിയ ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വീറ്റ് ചട്നി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പാനിപൂരിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിന വെള്ളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പുതിന ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിന്റെ കൂടെ 1/2 കപ്പ് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കണം. പിന്നെ 1 കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിന്റെ കൂടെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ പുതിന വട റെഡിയായി കഴിഞ്ഞു. ഇനി പൂരിയിലേക്കുള്ള സ്റ്റഫിങ്ങിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളക്കടല, ഇത് വേവിച്ചതാണത്. ഇത് വെള്ളക്കടലയ്ക്ക് വേണം കറുത്ത കടലയോ അല്ലെങ്കിൽ പച്ചപ്പട്ടാണിയോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കയ്യിൽ തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ആവുള്ളൂ. നമുക്ക് ഈ പൊടികൾക്ക് പകരം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചാറ്റ് മസാല ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പൂരിയിലേക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ഒരു സവാള ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫില്ലിങ്ങിന്റെ കൂടെ ഈ സവാളയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാനിപൂരി സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഒരു പൂരി എടുത്തിട്ട് ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. കുറച്ച് സവാള കട്ട് ചെയ്തത്, ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളിച്ചട്നി, ഒരു സ്വീറ്റ് ചട്നി കൂടെ ചേർത്തിട്ട് ഇനി ഇത് പാനിയിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് മിന്റ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കഴിക്കണം. അപ്പോൾ നമ്മുടെ പാനിപൂരി റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പാനിപൂരി എല്ലാം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.